ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. സമൂഹത്തിലെ എല്ലാത്തരം ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച മഹാനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുദർശനങ്ങൾ മനുഷ്യരാശിക്ക് ലഭിച്ച അതുല്യ സമ്പത്താണെന്നും ന്യൂഡൽഹിയിൽ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ശിവഗിരി മഠം സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, അടൂർ പ്രകാശ് എം പി, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇസ്രായേലിനും ഇറാനുമെതിരെ രൂക്ഷ വിമർശനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് യുഎസ് പ്രസിഡന്റ് ആരോപിച്ചു. ഇറാനിലേക്ക് നീങ്ങിയ ഇസ്രായേലി വിമാനങ്ങളെ തിരിച്ചുവിളിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി ട്രംപ് പറഞ്ഞു. ഇറാനിൽ ബോംബുകൾ ഇടരുതെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയെന്നും ഇസ്രായേലുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഇറാനിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണയെ ഇന്ത്യ സ്വാഗതം ചെയ്തു. മേഖലയിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും പകരം വയ്ക്കാൻ മറ്റൊരു മാർഗ്ഗമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചു. പിശക് പറ്റിയ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റുകൾക്ക് പകരം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ഉടൻ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ അന്വേഷണത്തിനും മന്ത്രി നിർദ്ദേശം നൽകി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. കെഎസ്ആർടിസിയുടെ ചലോ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ബസിലെ സീറ്റ് ലഭ്യത ഉൾപ്പെടെ പരിശോധിക്കാൻ കഴിയുന്ന ആപ്പ് 6 ഭാഷകളിലാണ് പുറത്തിറക്കുക. സ്റ്റുഡന്റ് കൺസെഷൻ കാർഡുകൾ സ്മാർട്ട് കാർഡുകളാക്കും. ഇതിലൂടെ ഒരു മാസം 25 ദിവസം യാത്ര ചെയ്യാനാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആശുപത്രികൾക്ക് പുറത്ത് നിരക്ക് പ്രദർശിപ്പിക്കുന്നത് നിർബന്ധമാക്കുന്ന നിയമം കേരള ഹൈക്കോടതി ശരിവച്ചു. 2018 കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് രജിസ്ട്രേഷൻ ആന്റ് റെഗുലേഷൻ ആക്ടിലെയും അതിലെ ചട്ടങ്ങളിലെയും വിവിധ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കാൻ ഹർജിക്കാരന് സ്വാതന്ത്ര്യമുണ്ടെന്നും ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സർക്കാർ പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഡാമുകളുടെ സംഭരണികൾക്ക് ചുറ്റും 20 മീറ്റർ നിയന്ത്രിത മേഖല ഏർപ്പെടുത്തണമെന്ന കോടതി നിർദ്ദേശത്തിൽ അഭിപ്രായങ്ങൾ സമർപ്പിക്കുന്നതിനായി മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് യോഗം ചേർന്നത്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശിനി രഞ്ജിതയ്ക്ക് വിടചൊല്ലി ജന്മനാട്. സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. പുല്ലാട്ട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് അന്ത്യാദരമർപ്പിക്കാനെത്തിയത്. തിരുവനന്തപുരം കൈമനം മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള ദേശീയപാതയിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചേർത്ത് സമഗ്രമായ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഇതു സംബന്ധിച്ച് കമ്മീഷൻ ഉത്തരവിറക്കി. റോഡിൽ ഫെൻസിംഗും തെരുവുവിളക്കും പൂർണ്ണമായും സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയായ നിരാമയ ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിച്ച് ഉത്തരവായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. പദ്ധതി പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ 75 ലക്ഷം രൂപ അനുവദിച്ചു. LLC മുഖേനയാണ് പദ്ധതി തുടരുകയെന്നും മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇക്കുറി ഹജ്ജ് തീർത്ഥാടനത്തിന് പോയവരുടെ മടക്കയാത്ര നാളെ ആരംഭിക്കും. കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ആദ്യം മടങ്ങിയെത്തുന്നത്. കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടകർ മറ്റന്നാൾ മുതലും കണ്ണൂരിൽ നിന്ന് യാത്രയായ തീർത്ഥാടകർ ഈ മാസം 30 മുതലുമാണ് തിരിച്ചെത്തുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർണാടക തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇന്ത്യയ്ക്കെതിരെ ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് മികച്ച നിലയിൽ 371 റൺസ് വിജയലക്ഷ്യവുമായി അവസാന ദിനം ബാറ്റ് ചെയ്യുന്ന ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ 256 റൺസ് എന്ന നിലയിലാണ്. ജയിക്കാൻ 115 റൺസ് കൂടിയാണ് ഇംഗ്ലണ്ടിന് വേണ്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 158 പോയിന്റ് നേട്ടത്തിൽ 82,055-ലും നിഫ്റ്റി 72 പോയിന്റ് നേട്ടത്തിൽ 25,044-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 1,080 രൂപ താഴ്ന്ന് 72,760 രൂപയാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.